കോട്ട ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അത് ശരി. അപ്പൊ ഞങ്ങളുടെ ഉദയഗിരി കൊട്ടാരം കണ്ടാൽ നിങ്ങൾ സ്തംഭിച്ചുവല്ലോ. എന്റെ മോളെ അപമാനിക്കാൻ ശ്രമിക്കുന്നോടാ റാസ്കൽ. നീ ആരോടാ കളിക്കുന്നറിയോ? ഈ പ്രതാപവർമ്മ നിനക്ക് ശരിക്കും അറിയില്ല. ഇനി എന്റെ മോളുടെ പിറകെ നടന്നാൽ നിന്നെ കൊന്നു. ഹിന്ദു എന്റേത് മാത്രമാ, എന്റെയാ. മനസ്സിലായോ? ഞങ്ങൾക്കിടയിൽ തടസ്സമായി ആരെങ്കിലും വന്നോ കൊന്നുകളയും. ഞാൻ കൊന്നു കുഴിച്ചു മൂടും. ഇക്കാര്യം ഞാൻ അച്ഛനോട് പറയാതിരുന്നത് എന്റെ തെറ്റ് തന്നെ. അച്ഛ, എന്നോടുള്ള ഇഷ്ടക്കൂടുതൽ കൊണ്ട് ഹർഷൻ അങ്ങനെയൊക്കെ പറഞ്ഞത് വൈരാഗ്യം കൊണ്ടല്ല. അച്ഛ, അയാൾ എന്നെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് മാത്രമേ എനിക്കറിയൂ. എനിക്ക് ഹർഷനെ വേണം അച്ഛ. ഇനി എന്ത് വേണമെന്ന് തീരുമാനിക്കേണ്ടത് അച്ഛൻ തന്നെയാ. എന്നോട് ക്ഷമിക്കണമെങ്കിൽ ഇന്ദുരം നഷ്ടപ്പെടുമെന്നുള്ള പേടി കൊണ്ടാണ് ഞാൻ അങ്ങനെയൊക്കെ പെരുമാറിയത്. വേറൊന്നും കൊണ്ടല്ല അങ്കിൾ. ഓർമ്മ വെച്ച നാൾ മുതൽ ഇന്ന് വരെ എന്റെ മോള് എന്നോടൊന്നും വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല. പക്ഷെ ഇന്ന് എന്നോട് അപേക്ഷിച്ചു എനിക്ക് ഹർഷനെ വേണമെന്ന്. അതുപോലെ സാധിച്ചു കൊടുത്തില്ലെങ്കിൽ ഞാനൊരു അച്ഛനാന്ന് പറയുന്നതിൽ അർത്ഥമില്ല. ഉറപ്പായി ഞാൻ നിങ്ങളുടെ വിവാഹം നടത്തി. അങ്കിൾ ഇത്ര പെട്ടെന്ന് ഇതിന് സമ്മതിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. താങ്ക് യു. ഇന്ദുവിനെ കെട്ടാൻ പോകുന്നത് ഈ പയ്യനാണോ? അതേ രഘു. അന്നത്തെ കാര്യങ്ങളൊന്നും സാർ മനസ്സിൽ വെക്കരുത്. സോറി. കൊള്ളാം മാവ, നല്ല അസല് പൊരുത്തം. ദേ ഇത് കണ്ടോ, ഈ ഒരൊറ്റ തെളിവ് മതി ഇയാൾക്ക് ഇന്ദുവിനോടുള്ള സ്നേഹം മനസ്സിലാക്കാൻ. അമ്മായിയച്ഛൻ, മരുമകൻ, മകൾ. അപ്പൊ പിന്നെ ഞാനാരാടാ? അയ്യോ മോളെ, മോളുടെ അച്ഛനെ ഇതാവ കൊല്ലുന്നേ, ഓടിവാ. എനിക്കിത് കാണാൻ വയ്യായേ. മോളെ ഓടിവാ, ഇവനിത് അച്ഛനെ കൊല്ലുന്നേ. മോളെ ഓടിവാ. അയ്യോ അയ്യോ, നോക്കി നിൽക്കാതെ അവനൊന്ന് പിടിച്ചു മാറ്റണം. അയ്യോ മോളെ, അവൻ കാണിക്കുന്നത് കണ്ടോ? നമ്മുടെ കല്യാണത്തിന് സമ്മതിക്കില്ലെന്ന് കരുതി എന്റെ അച്ഛനെ കൊന്നല്ലേ? ഞാനല്ല കൊന്നത്. ഞാൻ പറയുന്ന വിശ്വസിക്കേ. ഇന്ദു വിഷമിക്കണ്ട, നമുക്ക് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാം. വേഗം വേഗം ഞാനല്ല കൊന്നത്. അങ്ങോട്ട് പൈലറ്റ്, വേഗം ഒന്ന് സ്റ്റാർട്ട് ചെയ്യണോ? ഇന്ദു എന്റെയാ. ഞാൻ എന്തെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് വില കൊടുത്തു നേടുവടാ.
നേർക്ക് നേർ കാണുന്ന വേളയിൽ പക്ഷികൾ തമ്മിൽ കലഹമുണ്ടാക്കി നിങ്ങളുടെ മുന്നിലൂടെ പറന്നുപോകും. രക്തവർണ്ണത്തിൽ കത്തിച്ചൊലിക്കുന്ന സൂര്യൻ കറുത്തിരുണ്ട ആകാശം അന്ധകാരത്തിലാകും. അവൻ സാധാരണ മനുഷ്യനല്ല, ഒരു ശക്തിക്കും നേരിടാൻ കഴിയാത്ത ഒരു അഗ്നിപർവ്വതമാണ്.